ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സഞ്ജീവി സാമുൽ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ പടം കപ്പ്. ഇന്നലെ സെക്കൻഡ് ഷോ നമ്മൾ തൃശ്ശൂർ ശോഭാ സിറ്റി എന്നാണ് പടം കാണുന്നത്. അവൾ ഒരുപാട് സംവിധായകന്മാരൊപ്പം ഇറക്കി ചെയ്തിട്ടുള്ള ആളാണ്. മാത്യുവിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാത്യു, ബേസിൽ ജോസഫ്, ഗുരു സോമസുന്ദരം, റിയ ഷിബു, നമിത പ്രമോദ്, അനിക സുരേന്ദ്രൻ, വിഷ്ണു പുരുഷൻ, മിറാങ്കിനി സൂസൻ, ആനന്ദ് റോഷൻ, നീണ്ട താരനിര തന്നെ ഉണ്ട്. ഒക്കെ പുതുമുഖങ്ങളായ ആളുകളാണ് കൂടുതൽ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇത് സ്പോർട്സ് ആണ് സംഭവം. സ്പോർട്സ് പരമായിട്ടുള്ള, സ്പോർട്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് പറഞ്ഞ ലൂബർ പന്ത് അല്ല എന്നൊരു പടം കണ്ടിരുന്നു. അതിന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിരുന്നു. സോസം മൂവിയാണ്. അപ്പൊ സ്പോർട്സ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള മൂവികൾ. ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശക്തേവന്തി തൊട്ട് ഇങ്ങനെ എടുക്കാം. ഒരുപാട് പടങ്ങളുണ്ട്. മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 83, ലാസ്റ്റ് ലബർ പന്ത്, ഒരുപാട് പടങ്ങളുണ്ട്. തമിഴിൽ ഒരുപാട് പടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൗസിയുടെ പടത്തിന്റെ പേരുകൾ വെറുതെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ പറയും നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെന്ന് പറയാം. എന്താണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെന്ന് പറഞ്ഞത്? എന്തിനോട് ചെയ്യാൻ, എന്ത് കാര്യം ചെയ്യാലും ഇപ്പൊ നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വർക്ക് ചെയ്യടാന്ന് പറയല്ലേ. ഒരു കാര്യം നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെയ്യടാന്ന് പറയാം. എന്ന് വെച്ചാൽ അതൊരു ആവേശമാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. സ്പോർട്സ് ഉള്ളിലുള്ള ആളുകളൊക്കെ, അതാണായാലും പെണ്ണായാലും അവർക്കൊരു പ്രത്യേക ആവേശം ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ഈ പടം സ്പോർട്സ് റിലേറ്റഡ് പടമാണ്. നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കൂടി, അതൊക്കെ പല ഭാഗങ്ങൾ, ഇമോഷൻസ്, ഫാമിലി, ക്ലൈമാക്സ്, പാട്ടുകള്, മോട്ടിവേഷൻ വരുന്ന സീനുകള്, പിന്നെ നായകൻ തളർന്നു കിടക്കുമ്പോൾ പൊന്തി വരാനുള്ള റീസൺസ് ഒക്കെ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ പടം അതുപോലെ തന്നെയാണ്. പക്ഷെ ഒരു മിനിറ്റ് പോലും ഈ പടത്തിൽ ബോറടിക്കുന്നില്ല. അതാണ് ഈ പടത്തിന്റെ ഗ്യാരണ്ടി. ഇതേ ടിക്കറ്റ് എടുക്കാനുള്ള ഗ്യാരണ്ടി. നമ്മൾ പല പടങ്ങളിലായിട്ട് കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്, ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ബോറടിക്കാണ്ട് നല്ല രീതിയിൽ മേക്ക്, നല്ല ഡയറക്ഷനാണ് പടം. പിന്നെ നമ്മുടെ മാത്യുവിന്റെ പെർഫോമൻസ്, മാത്യു ചിരിച്ചു കഴിഞ്ഞാൽ ഫുൾ പ്ലസന്റ് ആണ്. ആള് ഹാപ്പിയാന്ന് നമുക്ക് തോന്നും. ആൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിൽ വിഷമമാണെങ്കിൽ കറക്റ്റ് മൂത്ത് കാണും. ഇതിൽ ചില സീനുകളൊക്കെ ഉണ്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫുള്ള് ലൈവായിട്ട് നിന്നിട്ട് അടിക്കേണ്ട സമയത്ത് ആളിങ്ങനെ ടസ്പായിരിക്കുന്നു. നമുക്ക് തന്നെ ദേഷ്യം വരുന്നത്. ആളെ അഭിനയാണ് ഇട്ടാ, ആളെ പെർഫോമൻസ് ആണത്. ഓരോ സീനുകളൊക്കെ ആളെ ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മാറി പറഞ്ഞ സീനുകളൊക്കെ ഉണ്ട്. അത് ഗംഭീര സാധനമാണ്. പിന്നെ ഏത് ഒരാൾ ഡ്രീം ചോദിക്കുന്ന സമയത്ത് ആൾ ഡ്രീം പറയണം. അപ്പൊ ഇതൊന്ന് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് മൈസെൽഫ് ഒക്കെ പറയല്ലോ. നമ്മൾ ഡ്രീം എന്താന്ന് പറയാന്ന് വെച്ചാൽ ഡ്രീം വ്യക്തമായുള്ള ആളായിരിക്കണം. അപ്പൊ മാത്യു ഒരു സ്കൂളിൽ +2 ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഡ്രീം എന്താണ്, ഷട്ടിൽ ടൂർണമെന്റ് കളിക്കണം, ഡിസ്ട്രിക്ട് ലെവലിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. നമ്മളത് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര സ്പോർട്സ്മാൻ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ഫിലിമാണിത്. ഇതിൽ പെർഫോമൻസുകളാണ് കേട്ടോ, അത് ഗംഭീരാണ്. ബേസിൽ ജോസഫ് വളരെ സൈലന്റ് ആയിട്ട് നിന്നിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണ്. ചേട്ടൻ റോള് മാത്യു തോമസിന്റെ കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്. ആളെ പേര് വരുന്നത് വിഷ്ണു പുരുഷൻ. കിഡ് പെർഫോമൻസ് ആണ്. ആളെ ചേട്ടന്റെ റോളാണ് ബേസിൽ ചെയ്തുള്ളൂ. അടിപൊളി പെർഫോമൻസ് ആണ് രണ്ടാള്. ബേസിൽ നമുക്ക് അറിയാം. പിന്നെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. മാത്യുവിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന വിഷ്ണു പുരുഷൻ അതിഗംഭീര പെർഫോമൻസ്. രണ്ടാള് കട്ടക്കിട്ട് നിന്ന് പോകുന്നു. ഇന്റർവെല്ലിന് മുമ്പൊക്കെ ചെറിയ കോമഡികളും വളരെ സീരിയസ് ആയിട്ട് ചെയ്യണതും ക്ലൈമാക്സിലുള്ള സീനുകളും മോട്ടിവേഷൻസും ഒക്കെ സൂപ്പറാണ്. അവർ രണ്ടാളും അടിപൊളി. ഇതിലെല്ലാ പെർഫോമൻസുകളും. പിന്നെ റിയ ഷിബു, ടീനേജിൽ ഒരു പ്രണയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും. പ്രത്യേകിച്ച് ആള് സ്പോർട്സ്മാൻ, സെയിം ഷട്ടിൽ ബാറ്റ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് ഉള്ള ആള്. അവള് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഗംഭീര ക്ലൈമാക്സിന്റെ സീനൊക്കെ ഉണ്ട്. നിങ്ങൾ പടം കാണും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമിത പ്രമോദ് കോച്ചായിട്ട് വരുന്നതാണ് ഒരു ഇതില്. ശരിക്കും ഒരു കോച്ച് എങ്ങനെ ഇരിക്കണം, ആ മോട്ടിവേഷൻസ് കാര്യങ്ങൾ, ക്ലൈമാക്സിലെ സീനുകൾ, സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള മോട്ടിവേഷൻസ് ഒക്കെ കിഡുണ്ട്. അനിക നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ മിർലിനി സൂസൻ, മാത്യുവിന്റെ പെങ്ങളായിട്ട് വരുന്ന ഒരു നാടൻ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുള്ള പെൺകുട്ടിയുണ്ട്. അടിപൊളിയായിരുന്നു. ഒരു ചായക്കഥയുണ്ട് പറയാൻ. ആനന്ദ് റോഷൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വന്നു പോകുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ പിന്നെ എടുത്തു പറയേണ്ട എനിക്ക് ഗുരു സോമസുന്ദരൻ, അച്ഛന്റെ റോള്, അമ്മേരെ റോള് ചെയ്തിട്ടുള്ള ചേച്ചിയുടെ പേരിൽ കിടക്കുന്നില്ല. മാത്യുവിന്റെ നെയ്മറിലെ അമ്മേനെ 2-3 പടത്തിൽ അമ്മേരെ റോള് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള അച്ഛനും വൈഫും തമ്മിലുള്ള ഭയങ്കര കോമനായ സീനുകളൊക്കെ ഉണ്ട്. 1-2 വേർഡ്സുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ഡ്രീം ഉണ്ടായാലും, സ്പോർട്സിൽ എന്ത് കഴിവുണ്ടായാലും നമുക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നാട്ടിൽ കൂട്ടുകാരന്മാര്, ക്ലബ്ബ്, അപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് പൊങ്ങി വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കോച്ചും
പിന്നെ ഇതിന്റെ ഇടയിൽ സ്പോർട്സ് മേഖലയിൽ സെലക്ഷൻ കമ്മിറ്റിയിലൊക്കെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന 2 സീനുകളുണ്ട്. പിന്നെ അത് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന രീതിയിൽ വിട്ടുകൊടുക്കുന്ന കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മള് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പടത്തിൽ ചെറിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ അടിപൊളി ക്ലൈമാക്സ് ആണ്. നമ്മളെല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെയാണ് ക്ലൈമാക്സിലൊരു ഗെയിമാണ് വരുന്നത്. പക്ഷെ അതിൽ 2-3 ട്വിസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സിദ്ദിഖ് ലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതാണ് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പൊങ്ങി വരാൻ പറ്റില്ല എന്നുള്ള. സിദ്ദിഖ് മരിക്കുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നതാണ് ക്ലൈമാക്സ്. സിദ്ദിഖാണ് പ്രൈസ് കൊടുക്കുന്ന സീനുള്ളത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ടോട്ടലി ഓൾറൗണ്ട് പെർഫോമൻസ്. സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പടം കണക്ട് ആവും. ഭയങ്കര ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. അച്ഛൻ മകൻ റിലേഷൻ, അച്ഛൻ അമ്മ റിലേഷൻ, അച്ഛൻ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ഒരു നാടിന്റെ സപ്പോർട്ട് ഒക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് ഈ പടത്തിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഞാൻ ചെറിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ. ഇതൊരു കൊച്ചു നന്മയുള്ള പടം. ഞാൻ വലിയ പ്രതീക്ഷ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ ഹൈ മോട്ടിവേറ്റഡ് ആയിരുന്നു. പടം നല്ല കഴിഞ്ഞ് ഇറങ്ങി മന്തിന്റെ സമയം ഒന്നുകൂടി മോട്ടിവേഷൻ കൂടിയിരിക്കുന്നു. പറക്കിയാൻ ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു. അപ്പൊ ആ രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റിയൊരു ഗംഭീര പടമാണ്. സഞ്ജു വി സാമുവൽ, നിങ്ങൾ നല്ലൊരു സ്പോർട്സ്മാൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇടുക്കി ലൊക്കേഷൻ, അവിടെ നന്മയുള്ള നാട്ടുകാര് കുറെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിമാലി 2018-2019 ഈ പടം നടക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഫോണുകൾ കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ ഇതിലെ മ്യൂസിക് ചെയ്തത് സിനിമാറ്റോഗ്രാഫി നിഖിലസ് പ്രവീൺ ചേട്ടൻ, അടിപൊളി. റക്സൻ ജോസഫ് എഡിറ്റർ. BGM ഒക്കെ നൈസായിട്ട് ആവശ്യമില്ല, തിക്കും തിരക്കില്ലാണ്ട് സൈലന്റ് ആയിട്ട് പോണ പടം അതുപോലെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. മൊത്തത്തില് ഓൾറൗണ്ട് നല്ലൊരു ചെറിയ പടം. 2 മണിക്കൂർ 26 മിനിറ്റ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇന്റർവെൽ 1 മണിക്കൂറിൽ കറക്റ്റ് ആയി. ബാക്കി 1.5 മണിക്കൂർ നല്ല രീതിയിൽ രസമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്പോർട്സിന് സപ്പോർട്ട് സ്കൂളുകൾ ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ള ഭയങ്കര ഡ്രീമുള്ള, ഒരു നെഗറ്റീവ് പോലും പറയാത്ത എല്ലാവരും പോസിറ്റീവ് ക്യാരക്ടേഴ്സിൽ ഒരു പടം. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഒരു നെഗറ്റീവ് പോലും ഈ പടത്തിലൊരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. ഭയങ്കര നന്മയുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്പോർട്സ് പടമാണ്. പോയി ടിക്കറ്റ് എടുക്കുക, കാണുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2.5 മണിക്കൂർ നേരം ബോറടിക്കാണ്ടിരുന്ന് കാണാനുള്ള ഏറ്റവും കാര്യങ്ങളുണ്ട്. സൂപ്പർ. സാമുൽ ജി, മാത്യു, ഓൾ ടീം, മുകേഷ് സപ്പോർട്ട്.